അവിടെ നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കും. കാരണം ഒലഞ്ഞ ഒത്തിരി മനുഷ്യരുണ്ട്, അലഞ്ഞ ഒത്തിരി മനുഷ്യരുണ്ട്. എല്ലാ ഒലച്ചിലുകളുടെയും ഒടുവിൽ എല്ലാ മനുഷ്യർക്കും ദൈവം ഒരുക്കുന്ന ഒരു അരാരാത്തുണ്ട്. എല്ലാ അലഞ്ഞു പോയവർക്കും എല്ലാ ഉലഞ്ഞു പോയവർക്കും ദൈവം ഒരുക്കുന്ന ഒരു അരാരാത്തുണ്ട്. അങ്ങനെ ഉലഞ്ഞു പോയവരെ എളിവൻ ഒത്തിരി ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. മദ്യപാനിയായ ഭർത്താവിനെ കൊണ്ട് ഉലഞ്ഞ ഒത്തിരി സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരെ പൊന്നുപോലെ നോക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. മക്കൾ അവരുടെ അരാരാത്താണ്. വിശ്വാസ ജീവിതത്തിൽ പാസ്റ്റേജ് ചെയ്യേണ്ട ലൈഫുകളിലൂടെ ഒത്തിരി കഷ്ടപ്പെട്ട് അലഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ തമ്പുരാൻ അവരുടെ വാർദ്ധക്യത്തിൽ കൊടുക്കുന്ന ഒരു അരാരാത്തുണ്ട്. ഒലഞ്ഞവർക്കും അലഞ്ഞവർക്കും ഒക്കെ ദൈവം ഒരുക്കുന്ന ഒരു അരാരാത്തുണ്ട്. എല്ലാ അലഞ്ഞവർക്കും എല്ലാ ഉലഞ്ഞു പോയവർക്കും ജീവിതത്തിൽ ഏറെ ഉലഞ്ഞു പോയ എത്രയോ മനുഷ്യരുണ്ട്. അവരെയൊക്കെ ദൈവം, മാനസിക രോഗിയായ ഭർത്താവിനെ വർഷങ്ങൾ നോക്കിയ ഭാര്യമാരെ എനിക്കറിയാം. മാനസിക രോഗിയായ ഭാര്യയും കൊണ്ട് ദീർഘവർഷങ്ങൾ കളയാതെ കൊണ്ടുകിടന്ന ഭർത്താക്കന്മാരെ എനിക്കറിയാം. കിടപ്പിലായിപ്പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ജോലി കളഞ്ഞ് വീട്ടിൽ നിന്നവരെ എനിക്കറിയാം. ഇവരൊക്കെ ജീവിതം ഒലഞ്ഞു പോയവരാ. പക്ഷേ എല്ലാ ഉലച്ചിലുകളും കഴിയുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു അരാരാത്തൊരുക്കുകയാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യപ്രിയമുള്ളവരെ, നമുക്കും ദൈവം അരാരാത്ത് ഒരുക്കും. ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തികൾക്കും ദൈവം ഒരു അരാരാത്ത് ഒരുക്കുന്ന ദൈവമാണ്. അത് ഞാൻ ഒരിക്കൽ ദൈവമൊക്കെ കേട്ട ഒരു ദൈവശബ്ദമാണ്. വല്ലാതെ ഒലഞ്ഞു പോയ ഒത്തിരി ജീവിതാനുഭവങ്ങൾ എളിവനുമുണ്ട്. അങ്ങനെ അലഞ്ഞ ഒരു രാത്രി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു വാക്യമാണിത്: ഞാൻ നിനക്ക് ഒരു അരാരാത്ത് ഒരുക്കുന്നുണ്ട്. ദൈവം അരാരാത്ത് ഒരുക്കി. അങ്ങനെ അവർ ആ പെട്ടകം അരാരാത്ത് പർവ്വതത്തിലെ ഉറച്ചു എന്ന് കാണും. അവരങ്ങനെ പെട്ടകത്തിന് പുറത്തേക്ക് ഇറങ്ങിയാണ്. 20-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അതിനുശേഷം അവർ ഒന്നിനും കൊള്ളാത്ത ഈ ഭൂമിയിൽ പുറത്തിറങ്ങുകയാണ്. ചത്തൊടുങ്ങിയ ഭൂമി, ഒരു പ്രളയം കഴിഞ്ഞ ഭൂമി, പ്രളയാനന്തര ഭൂമി എന്ന ഞാൻ ഓർക്കുന്നുണ്ട്. പ്രളയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രളയാനന്തര റാന്നിയെ പറ്റിയുള്ള സെമിനാറുകളൊക്കെ നടക്കുന്നത്. പ്രളയാനന്തര ഭൂമി ഒരു വല്ലാത്ത ഭൂമിയാണ്. പ്രളയം കയറി ഇറങ്ങിയ ഭൂമി. അവിടെ മുഴുവൻ ചത്തൊടുങ്ങിയവരുടെ അസ്ഥികളും അസ്ഥികൂടങ്ങളും അതിൻ്റെ മണങ്ങളും അതിൻ്റെ നാറ്റവും ദുർഗന്ധവും ഒക്കെ പൊങ്ങിയാണ്. ശവശരീരങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇവിടെ ആ ഭൂമിയിൽ നോക്കിയാൽ ഒന്നും കാണാനില്ല, ചവിട്ടാൻ കൊള്ളത്തില്ലായിരിക്കാം ആ ഭൂമി. പക്ഷേ അവർ പുറത്തിറങ്ങിയ ഉടനെ ചെയ്തത് കുടുംബം യഹോവയ്ക്ക് എന്ത് പണിതു? യാഗപീഠം പണിതു. എന്നിട്ട് അവർ ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. അവിടെ യഹോവ അതിൻ്റെ സൗരഭ്യവാസന മണത്തു എന്ന് കാണുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെ ശുദ്ധിയുള്ള ഒരു യാഗമാണ് അവർ കഴിക്കുക. ശുദ്ധിയുള്ള യാഗം. അവർ പെട്ടകത്തിന് കൊള്ളാൻ ചുറ്റുപാടെല്ലാം അശുദ്ധമായിരിക്കും. കാരണം പ്രളയം കഴിഞ്ഞ ഭൂമി വല്ലാതെ ചള്ളകുത്തിയ ഒരു ഭൂമിയാണ്. ആ ഭൂമിയിൽ ചവിട്ടുവാൻ കൊള്ളണമെന്നില്ല. പക്ഷേ അവരവിടെ ശുദ്ധിയുള്ള ഒരു യാഗവും ഒരു യാഗപീഠമൊക്കെ പണിത് യാഗം കഴിക്കുകയാണ്. ഏറ്റവും ശുദ്ധിയുള്ള യാഗം എന്ന് പറയുന്നത് കുടുംബമാണ്. അവിടെയാണ് ഏറ്റവും ശുദ്ധിയുള്ള യാഗം. ജീവിതം ഒരു യാഗപീഠമാണ്. ജീവിതം ഒരു യാഗമാണ്. ആ യാഗത്തിൽ എത്രയോ പ്രിയപ്പെട്ടവർ സ്വയം യാഗമായിത്തീരുന്നു. ശുശ്രൂഷ ഒരു യാഗമാണ്. ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കും. അവരുടെ യാഗം ശുദ്ധിയുള്ള യാഗം. ആ യാഗത്തിൽ യഹോവയാ ദൈവം അവരുടെ സൗരഭ്യം മണക്കുകയാണ്. അങ്ങനെ ദൈവം അവരോട് പറയുന്നു, ഞാൻ ഇനിയും മനുഷ്യ നിമിത്തം ഭൂമിയെ എന്ത് ചെയ്യുകയില്ല, ശപിക്കുകയില്ല എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇനിയും മനുഷ്യ നിമിത്തം ഭൂമിയെ എന്ത് ചെയ്യുകയില്ല, ശപിക്കുകയില്ല. ശുദ്ധിയുള്ള ഒരു യാഗം. ആ യാഗം കഴിഞ്ഞപ്പോൾ ദൈവം അതിൻ്റെ സൗരഭ്യവാസന മണക്കുകയാണ്. സൗരഭ്യവാസന മണക്കുകയാണ്. മണത്തപ്പോൾ ദൈവം പറയുന്നു, ഞാൻ ഇനിയും മനുഷ്യൻ നിമിത്തം ഭൂമിയെ ശപിക്കുകയില്ല, രാവും പകലും നിന്നു പോകുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ദൈവം അവരോട് അനുഗ്രഹിക്കുകയും അവർ പുറത്ത് വരികയും ചെയ്യുന്നു. പുറത്ത് വന്ന് അവരോട് ദൈവം പറയുന്നു, നിങ്ങൾക്ക് ഒരു മഴവില്ല് മേഘത്തിൽ കാണും. മഴവില്ല് മേഘത്തിൽ കാണും. അത് എൻ്റെ നിയമമാണ്. കാരണം താഴോട്ട് നോക്കിയാലോ ചവിട്ടാൻ കൊള്ളാവുന്നൊരു ഭൂമിയല്ല പ്രളയത്തിൻ്റെ ആഫ്റ്ററിൽ അവർ കാണുക. താഴോട്ട് നോക്കിയാൽ ഒന്നും കാണാനില്ലെങ്കിലും, താഴോട്ട് നോക്കിയാൽ ചവിട്ടാനില്ലെങ്കിലും, മേളിലോട്ട് നോക്കിയാൽ കാണുന്നത് ദൈവത്തിൻ്റെ മഴവില്ലാണ്. അതുകൊണ്ടാണ് നാം പാടുക, അടലേറും ജീവിതം അരുവിൽ നീ തളരുകയോ ഇനിയും സഹജേ, നിന്നെ വിളിച്ചവൻ ഉന്മയുള്ളവൻ, കൺമണി പോലെ കാക്കാൻ കഴിവുള്ളവനാ,
കാർമുകിലേറെ കരേറിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിയിടുമേ. കാർമുകിലേറെ ഉണ്ടെങ്കിലും അതിനകത്തും ഒരു മഴവില്ല് കാണാൻ കഴിയും. ആ മഴവില്ലെന്താണ്? ദൈവത്തിൻ്റെ നിയമമാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പ്. എല്ലാ ഇരുട്ടിനകത്തും എല്ലാ ആ കാർമേഘങ്ങൾക്കകത്തും നമുക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ഒരു മഴവില്ലുണ്ട്. ഹല്ലേലൂയ. അത് കാണാൻ ആന്തരിക കണ്ണ് തുറക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി ഒരു മഴവില്ല് ഒരുക്കുകയാണ്. അത് നമ്മോടുള്ള ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നാം പാടുക, അഴലേറും ജീവിത മരുവിൽ നീ തളരണ്ട, കാർമുകിലേറെ കരേറിലും കാണുന്നുള്ളേ മഴവില്ലതിന്മേൽ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ. ഹല്ലേലൂയ. കരങ്ങളെല്ലാം ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ സാധ്യമായ ഒന്നും കാണാനില്ലെങ്കിലും ഹല്ലേലൂയ, എല്ലാ കാർമേഘത്തിനകത്തും പ്രത്യാശയുടെ ഒരു കിരണമുണ്ട്. അത് ദൈവമുണ്ടെന്നുള്ള ഉറപ്പാണ്. ആ ഉറപ്പുള്ളവരെല്ലാം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്, കണ്ണിൻമണി പോലെ കാക്കുന്ന ദൈവമാണ്. ആകാശം ഭൂമി മാറിപ്പോയാലും ആ നിയമം മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവർ പാടും, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ ഞങ്ങൾ സന്തോഷമായി പോകും. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ കൂടെ അവിടുത്തെ മഴവില്ലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അവർ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഇവിടെ ഒരു പുനഃസൃഷ്ടിയാണ് ദൈവം ചെയ്തത്. ദൈവം പ്രപഞ്ചത്തിന് പാപം പെരുകിയ സ്ഥാനത്ത് നമുക്കറിയാം പുനഃസൃഷ്ടികൾ, റിക്രിയേഷൻ നടക്കുകയാണ്. ആദ്യത്തെ ഭൂമി ദൂതന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ അതിനുശേഷം നാം കാണുന്നു ദൈവം ആ ഭൂമിയെ വെള്ളത്താൽ സൂക്ഷിക്കുകയാണ്. പിന്നെ മനുഷ്യന് വേണ്ടി പുനഃസൃഷ്ടി ചെയ്ത് അതിന് രൂപവും ഭാവവും താളവും ഒക്കെ ഉണ്ടാക്കുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നു, ഏതന് പുറത്താക്കപ്പെടുന്നു. വീണ്ടും കാലം മുമ്പോട്ട് പോകുമ്പോൾ പാപം പെരുകുന്നു. ദൈവം വീണ്ടും ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്ത് ഒരു പുനഃസൃഷ്ടി നടത്തുന്നു. അത് നോഹയുടെ കുടുംബമാണ്. നോഹയ്ക്ക് 3 മക്കളും. ആരൊക്കെയാണ്? ശേം, ഹാം, യാഫെത്ത്. എല്ലാവരും പറഞ്ഞേ, ശേം, ഹാം, യാഫെത്ത്. ഒന്നുകൂടെ പറഞ്ഞേ, ശേം, ഹാം, യാഫെത്ത്. അവരിലൂടെ ഒരു പുനഃസൃഷ്ടി നടത്തി മുമ്പോട്ട് പോകുകയാണ്. ഇവിടെയാണ് വീണ്ടും കാണേണ്ട ഒരു കാര്യം. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം. വീണ്ടും ആ കുടുംബം അല്ലെങ്കിൽ ഭൂമി പച്ചപിടിക്കുകയാണ്. ജനങ്ങൾ മുമ്പോട്ട് പോകുകയാണ്. എല്ലാ പ്രതിസന്ധികൾക്ക് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും പ്രപഞ്ചം അതിൻ്റെ താളം വീണ്ടെടുക്കുകയാണ്. അതിങ്ങനെ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ നോഹയും കുടുംബവും മുമ്പോട്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷേ വീണ്ടും അബദ്ധം തുടങ്ങുകയാണ്. എന്താണ് വീണ്ടും അബദ്ധം തുടങ്ങിയത്? കൃഷി ചെയ്തു. തെറ്റാണോ? അല്ല. കൃഷി ചെയ്യുന്നത് തെറ്റാണോ? ആണോ? അല്ല. ആണോ? അല്ല. അത് തന്നെയല്ല, കൃഷി ചെയ്യണം. ദൈവം 2 ജോലിയാണ് മനുഷ്യർക്ക് കൊടുത്തത്. എന്താ? ഒന്ന്, കായീൻ ആരായിരുന്നു? കൃഷിക്കാരൻ. ആബേല് ആട്ടിടയൻ. ലോകത്തിലെ ഏറ്റവും നല്ല 2 ജോലി അതാണ്. കൃഷിയും ആട് വളർത്തലുമാണ്. അത് ദൈവം ഇഷ്ടപ്പെടുന്ന തൊഴിലാണ്. ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്. ഒത്തിരി അഭ്യസ്തവിദ്യരായ പിള്ളേർ, പണ്ടൊക്കെ പേടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് ഫാം നടത്തുന്നുണ്ട്. നല്ല മിടുക്കര് പിള്ളേർ, നല്ല എൻജിനീയേഴ്സ് ഒക്കെ വന്നിട്ട് വസ്തുവൊക്കെ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പിള്ളേരാരെങ്കിലും അമേരിക്കയിൽ പോയി അതൊന്നും പോയെന്ന് പറഞ്ഞിട്ട് ഉള്ള വസ്തു വിൽക്കരുത്. കയ്യെ കാലെ പിടിച്ച് പറയുക, ക്രൈസ്തവരെല്ലാം വസ്തു വിറ്റിട്ട് പോവുകയാണ്, കൊടുക്കരുത്. ഇനിയുമുള്ള ഇതൊരു പ്രവചന ദൂതായിട്ട് കുറിച്ചിട്ടു. അടുത്ത ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ആവശ്യമായ വസ്തു ഭക്ഷണമായിരിക്കും. അതുകൊണ്ട് തന്നെ അന്ന് വല്ലതും കഴിക്കണമെങ്കിൽ സ്ഥലം വേണം. വിശ്വാസ സമൂഹം സ്ഥലം വിട്ട് കളയരുത്. വിലയൊക്കെ കൂടും. അവിടെ ചുമ്മാ കിടക്കട്ടെ, പുല്ല് വെച്ചിട്ടിട്ട് 2 പശുവിനെ വളർത്തിയാൽ മതി. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വസ്തു വിറ്റ് കളയുക എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ്. അത് ഞാൻ ഈ ചുമ്മാ അങ്ങ് വിൽക്കുക, തോന്നുന്ന വിലയ്ക്ക്. അത് നമ്മളൊരു മേടിക്കത്തുമില്ല. നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേന് ചോദിക്കുന്ന വില കൊടുത്ത് ഓരോരുത്തർ വന്ന് മേടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വസ്തു വിറ്റ് കളയരുത്. എല്ലാം കഴിയുമ്പോൾ നമുക്ക് നാട്ടിൽ വരുമ്പോൾ 4 പശുവിനെ വളർത്താം. എൻ്റെ ഒരു സഭയിൽ ഒരു വിശ്വാസിയുണ്ട്, 10-15 പശുവുണ്ട്. എന്തോ സന്തോഷമാണെന്നറിയാം, എന്തോ ഒരു രസമാണെന്നറിയാം. നമ്മുടെ ജീവൻ എന്തോ ഒരു കണ്ണിന് ഇമ്പവും കാഴ്ചയ്ക്ക് കൗതുകവും മനസ്സിന് സന്തോഷമൊക്കെ നൽകുന്ന ഒന്നാണ് കൃഷിയും പിന്നെ ആട് വളർത്തലും ഒക്കെ. ഞങ്ങളുടെ അവാർഡ് മേടിക്കുന്ന കർഷകർ ഞങ്ങളിവരുടെ സഭയിലുണ്ട്. ഏതായാലും ഒരു മഹാസന്തോഷം പറയാം. ഞങ്ങളുടെ ഒരു അച്ചാനുണ്ട്, ഈ പാളത്തൊപ്പി വെച്ചേ നടക്കത്തുള്ളൂ.
പോലീസ് പിടിച്ചു. എന്താണ് ഹെൽമറ്റ് ഉപയോഗിക്കാത്തത്? പുള്ളി പറഞ്ഞു, ജയ് കിസാൻ, ജയ് ജവാൻ, മേ കിസാനെ മേരാ ഹെൽമറ്റേ. അവസാനം പോലീസുകാർ പറഞ്ഞ്, എടോ മനുഷ്യ, തൻ്റെ തല പോകാതിരിക്കാൻ ഹെൽമറ്റ് വെക്കും, ബാധിക്കാതെ, വഴക്കുണ്ടാക്കാതെ. പുള്ളി ഓഫീസിൽ പോയാലും പാളത്തൊപ്പി വെച്ചുകൊണ്ടേ പോകത്തുള്ളൂ. ഏതായാലും ഒരു പുള്ളിയുടെ ഒരു അത്ഭുതം നടന്നു കേട്ടോ. പുള്ളിക്കാരൻ കുറച്ച് കപ്പയിട്ടപ്പം നമുക്കറിയാം, നാട്ടിലെല്ലാം ഇപ്പം കപ്പയിട്ട ആരാ കൊണ്ടുവന്നേ? പന്നിയാണ്. പന്നി പന്നി ഇഷ്ടം പോലെ വരികയാണ്. പന്നിയെ കൊന്ന പ്രശ്നമാണ് ഇപ്പം എന്നാലും ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനുഷ്യനെ പന്നി കൊന്ന കേസുണ്ടോ? ഇല്ല. മനുഷ്യനെ പന്നി കൊന്ന പന്നിക്കെതിരെ കേസെടുക്കത്തില്ല. പക്ഷേ മനുഷ്യൻ തിരിച്ചു വല്ലതും ചെയ്താൽ എന്തുകൊണ്ട് കേസെടുക്കും. അതാണ് ഇവിടുത്തെ ഒരു അപകടം പിടിച്ചൊരു കാര്യം. എന്നാൽ ഓസ്ട്രേലിയയിൽ കങ്കാരു ഉണ്ട്. പക്ഷേ എല്ലാ വർഷവും അവർ ഇത്ര എണ്ണത്തെ എന്തു ചെയ്യും? ഷൂട്ട് ചെയ്യും, അല്ലേ? അമേരിക്കൻ മാനുണ്ട്, അതിനെ ഇത്ര എണ്ണത്തെ ഷൂട്ട് ചെയ്യും. കങ്കാരു ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ്. പക്ഷേ അതിനെ 10 മില്യൺ ഏതാണ്ടാണ് കൊല്ലുന്നത്. എണ്ണത്തിൽ ചിലപ്പം തെറ്റുണ്ടാകാം, എങ്കിലും എൻ്റെ ഓർമ്മയിൽ 10 മില്യനാണ് കൊല്ലുക. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് കങ്കാരു അവിടെ മനുഷ്യനെക്കാട്ടും കൂടുതൽ എന്തായനെ കങ്കാരുവായനെ. എന്തുകൊണ്ടാണത്? അതതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പക്ഷെ നമുക്കിപ്പോഴും അങ്ങനെ ഒരു നിയമമായിട്ടില്ല എന്നുള്ള ഒരു സങ്കടം ഭാരതീയർക്കുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ആന ചവിട്ടിക്കൊല്ലുന്നു, പുലി പിടിച്ചുകൊണ്ട് പോകുന്നു, പന്നി കുത്തി കീറി കളയുന്നു, ഒറ്റയാൻ പന്നിയൊക്കെ. അപ്പോൾ ഈ പാവം പിടിച്ച അച്ചായന് കപ്പയിട്ട് കഴിഞ്ഞപ്പം പന്നി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വരാൻ തുടങ്ങി. പുള്ളി ഒരു കാര്യം ചെയ്ത്, എൻ്റെ പൊന്നു പ്രിയരെ, കൃഷിക്കാരനോട് ദൈവത്തിന് ഭയങ്കര കാരുണ്യമാണ്. പുള്ളി എന്നിട്ട് തോർത്ത് വിരിച്ച് ആ കപ്പക്കാലായി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ കുത്തിയിരിക്കാൻ പേടിയാണ്. കാരണം ഒറ്റയാൻ പന്നി വന്നാൽ കുത്തി കീറിക്കളയും, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവേ, കൃത്യം ദശാംശം പ്രിൻസിപ്പാൾക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. പുള്ളി മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കേൾക്കണം അത്ഭുതം. പുള്ളിയുടെ കപ്പയ്ക്കകത്ത് കപ്പ പറിക്കാറായപ്പം പന്നി വന്നു. എന്നും പന്നി വന്നിട്ട് പുള്ളിക്ക് പറിക്കേണ്ട കപ്പയെല്ലാം പൊക്കി വെച്ച് കൊടുത്തിട്ട് പോകും. ഒറ്റ കപ്പ പൊക്കി വെച്ചിട്ട് പോകും. അങ്ങനെ കപ്പ മൊത്തം വിറ്റു 50,000 രൂപയ്ക്ക്. 5,000 രൂപ എനിക്കും തന്നു, സഭയ്ക്ക് തന്നു. സന്തോഷം. ഏതായാലും കൃഷി ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ആരും എന്ത് കളയരുത്, തോട്ടങ്ങൾ വിറ്റ് കളയരുത്. പിള്ളേരൊക്കെ കനഡയൊക്കെ പൊക്കോട്ട് തോട്ടം വിൽക്കരുത്. നാളെ ഇവരെല്ലാം ഇങ്ങനെ മിക്കവാറും വരും. ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. വരുമ്പം 4 കപ്പയുണ്ടെങ്കിൽ കപ്പയും ഒഴിക്കാം. എന്നാലും കപ്പ ഡയബറ്റിക്കാന്നൊക്കെ പറഞ്ഞാലും കപ്പ കണ്ടാൽ നമ്മൾ വിടുമോ? ഇല്ല. ഇപ്പോൾ കപ്പ കണ്ടാൽ നമ്മൾ വിടത്തില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി കപ്പ തിന്നുന്നുണ്ടാണ് പ്രശ്നം. ഇച്ചിരി കപ്പ തിന്നാം, കാർബോ ശകലം വേണം. പണ്ടൊക്കെ ബാലൻസ്ഡ് ആയിരുന്നു ഡയറ്റ്. കപ്പയും ചാളയുമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? കപ്പയും മത്തിപ്പീര. എന്താണെന്നറിയാം? മത്തി ഫോളിക് ആസിഡ്, പ്രോട്ടീൻ എല്ലാം ഉണ്ട്. കപ്പ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നല്ലപോലെ വെച്ച് വിളമ്പുമ്പോൾ വെന്ത് ഊറ്റുമ്പോൾ അതിനകത്തെ കാർബോയും പോവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയൊക്കെയാണ് അവർ കഴിച്ചത്. കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം നോക്കിയോ, കൃഷി ഏതായാലും നോഹയും കൂട്ടരും പിന്നെയും പുറത്തിറങ്ങി കൃഷി നട്ടു. കൊട്ടയുണ്ടോ? ഇല്ല. അവർ മുന്തിരി നട്ടു. കുഴപ്പമുണ്ടോ? ഇല്ല. തമ്പുരാൻ പറഞ്ഞോ? വാറ്റാൻ പറഞ്ഞോ? മുന്തിരി വാറ്റാൻ പറഞ്ഞോ? ഇല്ല. പറയാത്ത കാര്യം ചെയ്യരുത്. പറയാത്ത കാര്യം ചെയ്തു. ഇവരെന്തോ തുടങ്ങി? വാറ്റ് തുടങ്ങി, വെള്ളമടി തുടങ്ങി. ഇതാണ് പലപ്പോഴും. അടി തെറ്റിയാൽ ആര് വീഴും? ആനയും വീഴും. ഇന്ന് മനുഷ്യൻ്റെ ഒരു ട്രെൻഡാണ് സോഷ്യൽ ഡ്രിങ്കിങ്. സമൂഹമേ, എത്ര കുഞ്ഞുങ്ങൾ എന്നോട് ബാധിച്ചിട്ടുണ്ടെന്നറിയാമോ? ഞങ്ങൾ കുടിക്കുന്നത് പാസ്റ്റർ പറയുന്ന പോലെ കുടിയന്മാരൊന്നും അല്ല. ഞങ്ങളുടെ ക്യാമ്പിന് അല്ലെങ്കിൽ അവരുടെ ഈ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ, കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ അവരൊന്നിച്ചൊക്കെ പോകുമ്പോൾ എന്ത് വിളമ്പും? മദ്യം വിളമ്പും. അപ്പം വിളമ്പിയിൽ കുടിച്ചില്ലെങ്കിൽ നമ്മൾ ഏത് ഉഗാണ്ടേന്ന് വന്നാന്ന് അവർ നോക്കും. അതുകൊണ്ട് ഒരു ശക്കലം എടുത്തിട്ട് പാസ്റ്ററെ, ഞങ്ങൾ അതിനകത്തോട്ട് ഒത്തിരി ഐസ് ഇട്ടിട്ട് പെതുക്കെയൊക്കെ സിപ്പൊക്കെ ചെയ്ത് ആ കൂട്ടത്തിൽ അങ്ങ് ജോയിൻ ചെയ്യും. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, വെള്ളമടിച്ച നോഹയുടെ തുണിയില്ലാതെ പിള്ളേർ കിടന്നു എന്ന് പറഞ്ഞാൽ കിളവനെ ഏതാണ്ടല്ലോ അബദ്ധം കാണിച്ചു. അതുകൊണ്ടാണ് ഇയാളെ കണ്ടത്. ആര് കണ്ടു? പിള്ളേർ കണ്ടു. ഒറ്റ കാര്യമാണ്. എന്തോ അടിച്ചു? വെള്ളം അടിച്ചു. ഈ ഇടയ്ക്കൊരു പരസ്യം കണ്ടു. ബോൺ അഗെയിൻ പെൻഡക്കോസ്റ്റ്. എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞതാണ്, ഒക്കേഷണലി ഡ്രിങ്ക് സീക്കിംഗ് പാർട്ട്ണർ. ഏതായാലും ഒക്കേഷണലി ഡ്രിങ്കിങ് പെണ്ണും ഉണ്ടായിരുന്നു, കല്യാണം നടന്നു. ഒക്കേഷണലി ഡ്രിങ്കിങ് ഫാഷനായിട്ടൊക്കെ മാറുക. ഓർത്തോണേ, നോഹയ്ക്ക് പറ്റിയതാണ്. ആട്ടി തെറ്റിയ ആര് വീഴും? ആനയും വീഴും. തൊട്ടു പോകരുതെന്നുള്ളതാണ് ഏത് കൾച്ചറിലും ഏറ്റവും നല്ലത്.
ഹല്ലേലൂയ. പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മദ്യത്തെ എതിർക്കുകയും പുകവലിയെ കർശനമായി നിരോധിക്കുകയും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അനുവദിക്കത്തില്ലായിരുന്നു? കർത്തൃമേശ അനുവദിക്കത്തില്ലായിരുന്നു. ഉണ്ടോ? ഇല്ല. ഓർത്തോണേ, നമ്മുടെ സമൂഹത്തെ ഏറ്റവും വലിയ നിയമങ്ങളിലൊന്നായിരുന്നത് അത് ഭയവുമായിരുന്നു. പക്ഷേ ഇന്ന് എവിടെയൊക്കെയോ അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചു വരാനുള്ള സമയമാണ്. നോഹ നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ വാറ്റി കുടിച്ചതോടുകൂടി പുള്ളി വീണുപോയപ്പം വേണ്ടാത്ത രീതിയിൽ ആര് കണ്ടു? പിള്ളേർ കണ്ടു. ഇതാണ് ഗതികേട്. മദ്യം തുടക്കം നല്ലതായിരിക്കാം, ഒരു രസമായിരിക്കാം, ഒടുവിലത് സർപ്പം പോലെ എന്തു ചെയ്യും? കൊത്തും, അല്ലേ? അതുകൊണ്ടാണ് നീ അത് നൊരഞ്ഞ് പൊന്തുന്നത് നോക്കുപോലും ചെയ്യരുതെന്നാണ് ജ്ഞാനി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് മദ്യത്തിൻ്റെ ഉപയോഗം കുറഞ്ഞു വരുന്നു. പുതിയ തലമുറയിൽ മദ്യത്തിൻ്റെ ഉപയോഗം കുറയുകയും മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഇന്നും പിടിച്ചു കോട്ടയത്ത് മിൽമ കവറിനകത്തിട്ട് പാല് പോലെ അങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കുന്ന ദമ്പതികളെ, ഭാര്യയും ഭർത്താവും കൂടെ വിൽക്കാൻ ഇറങ്ങിയേക്കുക. എങ്ങോട്ട് പോകുക ഈ ലോകം? കരങ്ങളെല്ലാം ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ദൈവമേ രക്ഷിക്കണേ. ഓശന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? രക്ഷിക്കണേ കർത്താവേ. അടിയന്തരമായി രക്ഷ ആവശ്യമുണ്ട്. നമുക്കും അടിയന്തരമായി രക്ഷ ആവശ്യമുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ. നോഹ 9-ാം അധ്യായത്തിൽ വാറ്റി അല്ലേ? മുന്തിരി കൊണ്ട് എന്തുണ്ടാക്കി? അവൻ അതിൻ്റെ വീഞ്ഞ് കുടിച്ചു. മുന്തിരി കൊണ്ട് വീഞ്ഞുണ്ടാക്കി, ലഹരി പിടിച്ചു, വസ്ത്രം നീങ്ങിക്കിടന്നു. അത് ആര് കണ്ടു? കനാൻ്റെ പിതാവായ ഹാം കണ്ടു. കനാൻ്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു അല്ലേ? അവിടെ അപ്പോൾ 2 മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആരൊക്കെയാ? ശേമും യാഫേത്തും അല്ലേ? ശേമും യാഫേത്തും ഒരു വസ്ത്രം എടുത്തു, ഇരുവരുടെയും തോളിലിട്ടു. എന്നിട്ട് വിമുഖരായി ചെന്ന് എന്ത് ചെയ്തു? വിമുഖരായി ചെന്നു. ഇരുവരും എന്ത് ചെയ്തു? തോളിലിട്ടു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇരുവരും എന്ത് ചെയ്തു? തോളിലിട്ടു. അവിടെ 3 മക്കളാണ്, ശേം, ഹാം, യാഫേത്ത്. ഈ നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ 3 കൂട്ടരിൽ നിന്നാണ് പിന്നെ ഭൂമിയിലെങ്ങും കുടിയിരിപ്പാൻ വേണ്ടി ദൈവം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. ശേമും ഹാമും യാഫേത്തിൽ നിന്ന് അവർ 3 ഉപവിഭാഗങ്ങളായി പിരിയുകയാണ്. അപ്പോൾ അതിൽ ഒരുത്തൻ കനാൻ്റെ അപ്പൻ ആരാണ്? ഹാമിനെ കുറിച്ച് നാം അവിടെ കാണുന്നു. അങ്ങനെ ഹാമ് ഇത് കണ്ടിട്ട് ആരോട് ചെന്ന് പറഞ്ഞു? സഹോദരന്മാരോട് ചെന്ന് പറഞ്ഞു. അതിൻ്റെ ഹാമിനത് മറയ്ക്കാമായിരുന്നു, പക്ഷേ അവനത് മറയ്ക്കാതെ എന്നിട്ട് ആരോട് പറഞ്ഞു? ചേട്ടന്മാരോട് പറഞ്ഞു. ഇവിടെയാണ് ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളിൽ ഒത്തിരി പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്ക് ചില നിബന്ധനകൾ, അതാണ് അനുഗ്രഹത്തിൻ്റെ ഒരു വഴി എന്നൊക്കെ പറയുക. എപ്പോഴും കുറേ പ്രിൻസിപ്പിൾസ് വേദപുസ്തകത്തിൽ കാണാം. വചനം പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ എങ്ങനെ അറിയിക്കണം? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങളെ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കണം. അടുത്ത വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശിൽ കാക്കും. അപ്പോൾ അവിടെ കണ്ടീഷനാണ്, നിങ്ങൾ വിചാരപ്പെടേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങളെ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കണം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. അങ്ങനെ പലവിധമായ കണ്ടീഷൻസ് എപ്പോഴും കാണുന്നുണ്ട്. ഇവിടെ ശേമും യാഫത്തും അനുഗ്രഹിക്കപ്പെടുവാൻ, അല്ലെ അവർ ചെയ്ത ഒരു കാര്യം ദൈവമക്കൾ എന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അവർ എന്ത് ചെയ്തു എന്നാണ് അവിടെ കാണുക? ഒന്ന് നോക്കിക്കേ, എല്ലാവരും ഒന്ന് വായിച്ച് ഉറങ്ങരുതേ. ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് തോളിലിട്ടിട്ട് അവരെന്ത് ചെയ്തു? പിതാവിന്റെ നഗ്നത മറച്ചു. ഇരുവരുടെയും തോളിലിട്ടു. ഒന്നുകൂടെ വായിച്ചേ. അവർ ഇരുവരും എന്ത് ചെയ്തു? ഒരു വസ്ത്രം എടുത്തു, ഇരുവരുടെയും എന്ത് ചെയ്തു? തോളിലിട്ടു. അത് ഇതുണ്ട്, ഞാൻ മാറ്റാം. ഇരുവരുടെ എന്ത് ചെയ്തു? തോളിലിട്ടു. എന്തായിരിക്കും അത്? തോളിലിട്ട് അടുത്തൊരു വാക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? വിമുഖരായി ചെന്നിട്ട് പിതാവിന്റെ നഗ്നത മറച്ചു. ഒന്നുകൂടെ പറഞ്ഞേ. ഇരുവരുടെയും തോളിലിട്ടിട്ട് എന്ത് ചെയ്തു? വിമുഖരായി ചെന്നു. ഇരുവരുടെയും തോളിച്ച് ചുന്നിയം തരാം. എൻ്റെ പേരെന്താ? ഷാള്. താങ്ക്സ്. ഇരുവരുടെയും എന്ത് ചെയ്തു? തോളിലിട്ടിട്ട്
അവരെന്ത് ചെയ്തു? വിമുഖരായി ചെന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ തോളിലിട്ടു. ടിബിനെ അവരെ ഇരുവരുടെയും തോളിലിട്ടിട്ട് അവർ എന്ത് ചെയ്തു? വിമുഖരായിട്ട് ചെന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ. ഇങ്ങോട്ട് തിരിഞ്ഞു ചെന്നു. ഇങ്ങനെ അങ്ങനെ തന്നെ ഞാൻ നിൽക്കുന്ന പോലെ അങ്ങോട്ട് തിരിഞ്ഞു. എൻ്റെ ലൈൻ അവരെങ്ങനെ നടന്നു എന്നത്? വിമുഖരായി പുറമോട്ട് നടന്നു. വീടല്ലേ, പുറമോട്ട് അവർ നടന്ന് അപ്പൻ്റെ അടുത്ത് എന്നിട്ട് അവർ ആ വസ്ത്രം ആരുടെ ദേഹത്തിട്ടു? അപ്പൻ്റെ ദേഹത്തോട്ടിട്ടു. അവർ അപ്പൻ്റെ നഗ്നത എന്ത് ചെയ്തില്ല? കണ്ടില്ല. കുഞ്ഞിൻ്റെ കണ്ടില്ല. കണ്ടോ? ഇല്ല, കണ്ടില്ലെന്ന് തന്നെയല്ല, ആരും കാണാൻ ഇടയാക്കാതെ അവർ മറയ്ക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ അടുത്ത അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. ചിലർക്ക് വല്ലവരുടെയും കുറവ് കണ്ട 10 പേരോട് പറഞ്ഞില്ലേ എന്തോ ഒരു സങ്കടമാണെന്നറിയാം. എന്നിട്ട് നമ്മളൊരു കണ്ടീഷനോട് വെക്കും, ആരോടും എന്ത് ചെയ്യരുത്. സന്തോഷമായി. താങ്ക് യു. ആരോടും പറയരുതെന്നുള്ളൊരു കണ്ടീഷനോട് വെക്കും. അങ്ങനെ 10 പേരോട് പറയും. ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ ഒരു സഹോദരനെ ഞങ്ങൾ പിടിച്ച് കേട്ടോ, ചോദ്യം ചെയ്യപ്പോൾ ആ പുള്ളി തുറന്ന് സംഭവിച്ചു. ഇങ്ങനെ ഒരു കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, എനിക്കൊരു സന്തോഷമാണ്. പുള്ളി തുറന്ന് അവസാനം സമ്മതിച്ചു. അതെൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു ബലഹീനത. എനിക്ക് അന്നേരം ഒരു സന്തോഷം ഉണ്ടാകും. ചിലപ്പോൾ ഒരു മാനസികാവസ്ഥയായിരിക്കാം. പക്ഷേ ഇവിടെ അവർ വിമുഖരായിട്ട് എന്നിട്ട് അവരുടെ നഗ്നത എന്ത് ചെയ്തു? മറച്ചു. എല്ലാവരും പറഞ്ഞ് നഗ്നത എന്ത് ചെയ്തു? മറച്ചു. ഇത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ നഗ്നത മറച്ചു. ഇന്ന് ചിലരുടെ ഒരു രീതിയാണ്, എന്തോ കിട്ടിയാലും അത് ഷെയർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ 4 കമൻ്റ് എഴുതി എന്തോ അസഭ്യമൊക്കെ എഴുതുന്നറിയാം. നേരിട്ട് വിളിക്കാൻ ധൈര്യമുണ്ടോ? അതിനാണ് ഏതെങ്കിലും ഒരു പേരിൽ അതിൻ്റെ അടിയിലൊക്കെ കയറി കമൻറ്റ് ചെയ്യുക, എന്തോ ഭാഷയൊക്കെ എഴുതുക. ഇങ്ങനെയൊക്കെ സൈബർ ബോർഡുകളിലൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോണേ, തമ്പുരാൻ നമ്മളെ വിളിച്ചേക്കുന്നത് 10 പേരുടെ നഗ്നത വെളിവാക്കാനല്ല. അവരവിടെ നഗ്നത എന്ത് ചെയ്തു? മറച്ചു. ഒന്ന് സ്തുതിക്കാമെങ്കിൽ എല്ലാവരും സ്തുതിച്ചേ. നഗ്നത മറച്ചു, വിമുഖരാജ്. ഈ അപ്പൻ്റെ നഗ്നത ആരും കാണണ്ട. ഒരു പക്ഷേ നാളെ ഈ അപ്പൻ്റെ നഗ്നതയുടെ ഫോട്ടോ എടുത്ത് വെച്ചാൽ വേണേൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് വസ്തു എഴുതി മേടിക്കാം. അല്ലെങ്കിൽ പുള്ളി കൂടുതൽ കളിക്കുമ്പോൾ പറയാം, എടോ താൻ കൂടുതൽ കളിക്കരുത്, എൻ്റെ ഇരിപ്പുണ്ട്. ഒത്തിരി പേരുടെ കയ്യിലും പലരുടെയും ഫോട്ടോയും സാധനം ഇരിപ്പുണ്ട്, കളിക്കരുത് കേട്ടോ, കളിക്കരുത്. ഇതെല്ലാം ഞാൻ എൻ്റെ കയ്യിലുണ്ടെന്ന് വേറെ സംഭവമാണ്. ഇപ്പം മനുഷ്യനോട് വിശ്വസിച്ച് വർത്തമാനം പറയാനൊക്കൂ? വർത്തമാനം പറയുന്നതല്ല എന്തോ ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഒരു കാര്യം ഉറപ്പാക്കി, ഒറ്റ മനുഷ്യനോട് 2 വർത്തമാനം പറയണമെങ്കിൽ ഫോണിൽ കൂടെ പറയരുത്. ഉറപ്പാക്കണം അവൻ്റെ കൈ ഫോണില്ലെന്ന് പറഞ്ഞിട്ട് ആരും ഇല്ലാത്തടത്ത് വെച്ച് വല്ലതും പറയാവും. അല്ലെങ്കിൽ അവൻ റെക്കോർഡ് ചെയ്യും, 8ൻ്റെ പണിയും കിട്ടത്തില്ലേ? കിട്ടും. കാരണം എല്ലാവരും അങ്ങ് റെക്കോർഡാണ്. എനിക്ക് ഈയിടയ്ക്ക് ഒരു കുഞ്ഞ് എന്നോട് സങ്കടം പറയുകയാണ്. അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവർ മിണ്ടുന്ന എല്ലാം റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ വണ്ടിയെ പോകുമ്പോൾ ആ പിള്ളേരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി ഇരുന്നുകൊണ്ട് എന്തെല്ലാം കാര്യം സംസാരിക്കും, അതെല്ലാം റെക്കോർഡ് ചെയ്യും. ഇവൻ്റെ ഫോൺ ഇങ്ങനെ ഓണാക്കിയിട്ടേക്ക് വന്നു. ഇവൻ എന്ത് മാനസിക രോഗിയാണ്? എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് അയച്ചു കൊടുക്കുക. എൻ്റെ പൊന്ന് പ്രിയരെ ഓർത്തോണേ, ഇത് അപകടം പിടിച്ചൊരു പണിയാണ്. അവരെൻ്റെ കുറവുകൾ മറ്റൊരാളോട് പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അവരെൻ്റെ കുറവുകളെ വെളിവാക്കി ആഘോഷമാക്കാനുമല്ല. അതിൻ്റെ അർത്ഥം തെറ്റുകൾ തിരുത്തരുതെന്നാണോ? അല്ല, തെറ്റുകൾ തിരുത്തരുതെന്നല്ല അതിൻ്റെ അർത്ഥം. തെറ്റുകൾ തിരുത്തുന്നതും മറ്റവനെ ഇല്ലാതാക്കാൻ വേണ്ടി സൈബർ ഭിത്തികളിൽ എഴുതി പിടിപ്പിക്കുന്നതും ഒന്നും രണ്ടും രണ്ടാണ്. ഇവിടെ കാണുകയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ചർച്ചിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, ഒരു പക്ഷേ അബദ്ധത്തിൽ ഒരു വെക്കുകയോ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇതെടുത്ത് ഇടുന്നത് അപ്പുറത്തെ കൊച്ചേട്ടനോ ഇപ്പുറത്തെ അണ്ണനോ ആണോ? അവിടുത്തെ വിശ്വാസിയാണോ? കർത്താവിൻ്റെ ന്യായവിധി സിംഹാസനത്തിൽ ഈ ഉന്തിയോനെക്കാട്ടിലും അടി കിട്ടാൻ പോകുന്നത് ഇത് പ്രചരിപ്പിച്ചവനാണ്. ഉന്തിയോൻ തള്ളിയോണ്ട് ഒരു ക്ഷിപ്രകോപത്തിൽ സംഭവിച്ചു. അവൻ പോയി കെട്ടിപ്പിടിച്ച് കർത്താവിൻ്റെ കാലെ കിടന്നിട്ട് പറയും, കർത്താവെ BP കൂടിയതാ, പൊറുക്കണേ കർത്താവ് എന്ന് പറയുമ്പം തമ്പുരാൻ പൊറുക്കും. പക്ഷേ ഈ ഫോട്ടോ എടുത്ത് വിട്ടവനെയും വിട്ടവൻ്റെ പിള്ളേരെയും അവരുടെ പിള്ളേരെയും തമ്പുരാൻ എവിടെങ്കിലും ഇട്ട് പൂട്ടും. അത് ഉറപ്പാ പ്രിയരെ, ഉറപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ.
ഞങ്ങളുടെ ഒരു ദൈവദാസൻ ഒരു സംഭവം പറഞ്ഞു. ഇത് ലൈവ് പോകാമെന്നറിയാം, പക്ഷെ അദ്ദേഹം അത് പരസ്യമായിട്ട് ലൈവുള്ള ഞങ്ങളുടെ ഒരു യൂത്ത് ക്യാമ്പിൽ പരസ്യമായി പറഞ്ഞ ഒരു കാര്യം. ഞങ്ങളുടെ ഒരു ദൈവദാസൻ അദ്ദേഹം അത് ഇറ്റ് ഈസ് പബ്ലിക്കലി അദ്ദേഹം അത് എന്താണ് പബ്ലിക്കലി പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പിള്ളേർ വളർന്നിട്ടുണ്ട്. ഒത്തിരി ദൈവദാസന്മാർ ഒരു സമയത്ത് എൻ്റെ അപ്പയും അമ്മയും ഉള്ളപ്പം വീട്ടിൽ തന്നെ താമസം വളർന്നും ഒക്കെ ഒത്തിരി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഒരു സഹോദരൻ അവിടെ അന്ന് ഒത്തിരി ചെറുസെറ്റുണ്ട്. ഒരു 10-19 വയസ്സിൽ ഒരു ചെറുസെറ്റുകൾ അവർ സന്തോഷമായിട്ട് ഒന്നിച്ചൊരു കുടുംബം പോലെ ജീവിച്ച ഒരു കാലം. അപ്പോൾ അതിനകത്ത് ഒരു പയ്യന് സുവിശേഷകനായി കർത്തൻ്റെ ദാസനായി ഒരു സഭയിൽ ചെന്ന് അവിടെ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു കൊച്ചു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുക. അദ്ദേഹം ഇത് പരസ്യമായിട്ട് ക്യാമ്പിൽ പറഞ്ഞ കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്നേരം അത് ലൈവുമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ സംഭവം അവിടെ വെച്ച് അവരുടെ കൂട്ടുകാരൻ ഒരാളുടെ കല്യാണം റാന്നി നടക്കുക. അപ്പം ആ സഭയിലെ ഒരു കൊച്ചിൻ്റെ കല്യാണം ഉറപ്പ് നടക്കുക. സ്വാഭാവികമായിട്ടും പാസ്റ്റർ എന്ന നിലയിൽ എവിടെ പോകണം? പാസ്റ്റർ എന്ന നിലയിൽ എവിടെ പോകണം? പറ, വിശ്വാസികൾ പറ, നിങ്ങൾ വെറുതെ വിടുവോ? പാസ്റ്റർ എന്ന നിലയിൽ എവിടെ പോകണം? കല്യാണ ഉറപ്പിന് പോകണം. പോണ്ടേ? പുള്ളിക്ക് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വരണം. അതിന് പുള്ളി എന്ത് ചെയ്തു? റാന്നി വന്നിട്ട് ഇവരെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു അതിരുതർക്കം ഉണ്ടായി. അവർ RSSകാരാണ്. RSSകാരെല്ലാം നല്ല മനുഷ്യർ കേട്ടോ, അവർ ചുമ്മാ വഴക്കിനൊന്നും വരത്തില്ല. എത്രയോ നല്ല RSSകാരുമായിട്ട് എനിക്ക് നല്ല ഹൃദ്യമായ സൗഹൃദമുണ്ട്. അപ്പോൾ അവരെല്ലാം RSS ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവരുമായിട്ട് ഞങ്ങൾ വഴക്കാണ്. അതുകൊണ്ട് എനിക്ക് നാളെ വരാനൊക്കത്തില്ല, ഇവിടെ വില്ലേജ് ഓഫീസറൊക്കെ വരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കേട്ടപ്പോൾ അവരെല്ലാം ചെറുപ്പക്കാർ പിള്ളേരാണ്. അവർ കല്യാണം ഒരു തരത്തിൽ നിർത്തി ഒരു 3-4 ജീപ്പ് പിടിച്ച് അവിടുത്തെ DYFകാരെയും കൂട്ടുകാരെയും എല്ലാം കൂട്ടി നേരെ വെച്ച് പിടിച്ച് റാന്നി വന്നു. പാസ്റ്ററുടെ വീട്ടിൽ ആരടാ വഴക്കുണ്ടാക്കുന്നേ? അവർ സ്നേഹം കൊണ്ട് ചെയ്ത വന്നപ്പോൾ ഉണ്ടല്ലോ, അവരുടെ ഈ പാസ്റ്ററുടെ അമ്മയേ ഉള്ളൂ. അമ്മയോട് ചോദിച്ചു, ഇവിടെ അതിര് തർക്കം? അതിന് ഇവിടെ അതിര് തർക്കമില്ല. ഇവിടെ RSSകാരൊക്കെ ഉണ്ട്, പക്ഷേ നല്ല മനുഷ്യരാണ്. ഞങ്ങളുണ്ടാക്കുന്ന പ്രശ്നമുള്ളൂ, അവർക്കുമായിട്ട് ഒരു പ്രശ്നമില്ല, സ്നേഹമുള്ളവരാ. എന്തോ സ്നേഹമാണ്. അന്നേരം അവർ പറഞ്ഞു, മോനിങ്ങനെ പറഞ്ഞു. അമ്മ എടുത്ത് വായി പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ മോനാന്നേലും പറയാം, നട്ടാ കിളുക്കാത്ത കള്ളവേ പറയത്തുള്ളൂ. തീർന്നോ? പറ, തീർന്നോ? ഇവരെല്ലാം കൂടെ വണ്ടി പിടിച്ച് നേരെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. സെൻട്രൽ പാസ്റ്ററാണ്. ഈ കാര്യമെല്ലാം കേട്ടിട്ട് ഏതായാലും വളരെ തന്മയത്വത്തോടെ എൻ്റെ അമ്മ അവർക്ക് ഇച്ചിരി കപ്പയൊക്കെ പുഴുങ്ങി കൊടുത്തു. അവരെ ഒന്ന് തണുപ്പിച്ചെല്ലാം കഴിഞ്ഞ് എല്ലാം കേട്ട് അവസാനം അവരുടെ ഒരു മൂപ്പനോട് അപ്പയച്ച്, കാര്യമൊക്കെ ശരി, അവിടെ നിന്ന് തൻ്റെ കുഞ്ഞാണെങ്കിൽ നമ്മളെന്തോ ചെയ്യും? അവന് 10-19 വയസ്സേ ഉള്ളൂ, കൊച്ചു ചെറുക്കനാ, ഒരു 20 വയസ്സ് താഴെ ഉള്ളൂ, ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതേ ഉള്ളൂ, എന്തോ ചെയ്യും? അദ്ദേഹം അങ്ങ് കരഞ്ഞു, എൻ്റെ കുഞ്ഞാണെ എന്തോ ചെയ്യും? അവന് കൊച്ചനല്ലേ, നമുക്ക് ശരിയാക്കാം. അപ്പോൾ അവൻ കുഞ്ഞിനെ വിളിച്ച്, അടങ്ങി വന്നേ, എൻ്റെ അച്ഛൻ ഞാൻ വരത്തില്ല, അച്ഛൻ എന്നെ തല്ലും, അവരും എന്നെ തല്ലും, ഞാൻ ഇനി ആ വഴിക്ക് എനിക്ക് ശുശ്രൂഷയും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ അച്ഛൻ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇനി ഞാൻ ആ വഴിക്ക് പോകത്തില്ല. അപ്പോൾ പറഞ്ഞാൽ ഒക്കത്തില്ല. ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിപ്പിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അടുത്ത ആഴ്ച അവിടെ പോയി കത്രിമേശ എടുത്ത് ചുംബനം കൊടുത്ത് തീർന്നു. ഇന്ന് ആ ദൈവദാസൻ ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് പാസ്റ്ററാണ്. അദ്ദേഹം പറയും, അന്ന് അത് മറച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു ശുശ്രൂഷനല്ല, ഒരു ക്രിമിനൽ രൂപപ്പെട്ടതിന്. എൻ്റെ ദൈവം വിളിച്ചേക്കുന്നത് വെളിവാക്കി ഒതുക്കി തകർക്കാനല്ല, മറച്ച് അനേകരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുള്ളവരോട് ഞാൻ പറയുക, മറ്റൊരു കുഞ്ഞിൻ്റെ ദോഷം ആരോടും പറയല്ലേ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊരു കുഞ്ഞിൻ്റെ കുറവ് വെളിവാക്കുമ്പോൾ എൻ്റെ കുഞ്ഞോ കൊച്ചുമക്കളോ ഓൾ റൈറ്റാണ്, അവർക്കൊരു കുഴപ്പവും പറ്റത്തില്ലെന്ന് തൻ്റെ ഇടം ഉള്ളവരൊന്ന് കൈപൊക്കിക്കുക. ഞാൻ നല്ല സ്ട്രിക്റ്റായിട്ട്, ഞാൻ വളർത്തുന്ന ചൊല്ലും ചോരും കൊടുത്ത്, എന്തോ എങ്ങനെ ചൊല്ലും ചോറും കൊടുത്ത് ഞാനങ്ങനെ അടക്കം ഒതുക്കം, എങ്ങനെ അടക്കം, അത് പെൺപിള്ളേർക്ക് വേണം കേട്ടോ. എന്താണ്? ഒരു നല്ലൊരു ഒരു സഹോദരിയെ ഞാൻ കണ്ടേ, നല്ല സഹോദരിയാണ്, എറണാകുളത്താണ്. ആ ചേച്ചിയുടെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കൊരു ഇഷ്ടം തോന്നും, നല്ല ക്വാളിറ്റിയാണ്, ഒരു സീനിയർ ചേച്ചിയാണ്. അപ്പം ഞാൻ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാനെന്തോ പറഞ്ഞു, ചേച്ചിയുടെ ആ ഒരു വേ ഓഫ് അപ്രോച്ചൊക്കെ ഭയങ്കര ഒരു അപ്രീഷിയേറ്റബിളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ആയെന്നറിയാമോ? ഇല്ല. ഇറങ്ങിപ്പോകുമ്പോൾ അമ്മ പെമ്മക്കളെ വിളിച്ചിട്ട് പറയും, അവർ 2 പെമ്മക്കളെ ഏതാണ്ട്, ഇങ്ങി വന്നേ പെമ്മക്കളെ, ഇങ്ങി വന്നേ, ഇയാളെ വന്നേ. സ്കൂളിൽ പോകുമ്പോൾ എന്നും പറഞ്ഞു വിടും, പൊയ്ക്കോളാൻ പറയും. വരുമ്പോഴും പറയും പെൺപിള്ളേരെല്ലാം ഒന്ന് കൈ പൊക്കിക്കേ. എടാ കൈ പൊക്കാം, പെൺപിള്ളേർ
ഉറപ്പല്ലേ? അതുകൊണ്ട് അവൾ കുനിഞ്ഞിരിക്കുന്നു. പെൺപിള്ളേരെല്ലാം കൈവക്കാൻ ആ ഓ അറിയാം അർത്ഥം അടക്കം, ഒതുക്കം, അച്ചടക്കം. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത 3 വാക്കാണ് ആ ചേച്ചി കുറിച്ചിട്ടു. താങ്ക് യു. എല്ലാ അമ്മമാരും കുറിച്ച് പിള്ളേരോട് രാവിലെ തൊട്ട് ഞാൻ പറയണം. ഓ അന്ന് അമ്മ ഇത് പറയുമ്പോഴേ അവർ പറയും ഓ തുടങ്ങി. പക്ഷേ ഇന്നത് വലിയ കാര്യമാണ്. അടക്കം, ഒതുക്കം, അച്ചടക്കം. ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും ആർക്കും ചെയ്യാനൊക്കത്തില്ല. തമ്പുരാൻ സൂക്ഷിച്ചാലേ ഉള്ളു പ്രിയരെ. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, നമ്മളെ ദൈവം വിളിച്ചത് മറ്റുള്ളവരെ കുറവുകൾ സൈബർ സെല്ലിൽ എഴുതാനോ ഒന്നുമല്ല. നമ്മളെ ദൈവം വിളിച്ചത് ദൈവമേ അവരെ മറയ്ക്കാൻ വേണ്ടിയാണ്. ഇവിടെ നാം കാണുകയാണ്, അവർ വിമുഖരായി ചെന്ന് അപ്പൻ്റെ നഗ്നത എന്ത് ചെയ്തു? മറച്ചു. അതുകൊണ്ട് ഉണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണാൻ പോവുക. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ ഗൗരവമായി കാണും. അപ്പോൾ ഈ നോഹ വെള്ളമടിച്ചു, വീഞ്ഞു കുടിച്ചു, ലഹരി പിടിച്ചു, കൂടാരത്തിൽ എന്ത് ചെയ്തു? വസ്ത്രം. എല്ലാ ദുർഗുണങ്ങളുടെയും തുടക്കം ലഹരിയാണ്, മദ്യപാനമാണ്. അത് ഒടുവിൽ വേണ്ടാത്ത രീതിയിൽ കാണുവാൻ കാരണമാക്കി, അല്ലേ? വേണ്ടാത്ത രീതി കണ്ടു. അങ്ങനെ വരുമ്പോൾ നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശപാരമ്പര്യം ആവിത്. എന്നിട്ട് 6-ാം വാക്യത്തിൽ ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂശിൻ്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ, സപ്തക്ക. പഠിച്ചോ? പിള്ളേർക്ക് പേരിടാം, അല്ലേ? എന്തൊക്കെ പേരപ്പം എൻ്റെ പൊന്നെ. രാമയുടെ പുത്രന്മാർ ശെബയും ദദാനും. എന്നിട്ട് വീണ്ടും പറയുന്നു ഹാമിൻ്റെ പുത്രന്മാർ കൂശ്. കൂശിൻ ആരെ ജനിപ്പിച്ചു? നിമ്രോദിനെ ജനിപ്പിച്ചു. അപ്പോൾ നിമ്രോദ്, ആ നിമ്രോദിനെ കുറിച്ച് അവൻ നായാട്ട് വീരനായിരുന്നു. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം 10-ാം വാക്യം ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. അപ്പോൾ ഈ നിമ്രോദിൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം അവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ? ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. അത് ആരുടെ പുത്രനാണ്? ആരുടെ പുത്രരാ? കൊച്ചുമക്കളായിപ്പം ഹാമിൻ്റെ കൊച്ചുമക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നാണ് ബാബേൽ തുടങ്ങുന്നത്. അവൻ്റെ രാജ്യം ബാബേലാണ്. നമ്മൾ ഈ 11-ാം വാക്യത്തിലാണ് ബാബേൽ ഗോപുരം, 15-ാം അധ്യായത്തിലാണ് എന്ത് പണിയുന്നത്? ബാബേൽ ഗോപുരം പണിത്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഭൂമിയിൽ, അത് വേദപുസ്തക ചരിത്രങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയിൽ ആദ്യമായിട്ട് വിഗ്രഹാരാധന തുടങ്ങിയ, രൂപാരാധന തുടങ്ങിയ ഒരു സ്ഥലം ഏതാ? ബാബേലാണ്, അല്ലേ? ബാബേലാണ്. അവിടെ നിമ്രോദിൻ്റെ ഭാര്യ സെമിറാമീസ്, അങ്ങനെ മക്കൻ തമ്മൂസ് മരിച്ചു പോകുന്നു. തമ്മൂസിനെ ആരാധിക്കുന്നു. പിന്നെ ഇവർ സ്വയം ആകാശരാജ്ഞിയായിട്ട് ഉയർത്തപ്പെടുന്നു. അങ്ങനെ ഭൂമിയിൽ വിഗ്രഹാരാധന തുടങ്ങിയത്, അല്ലെങ്കിൽ ബാബേലിൻ്റെ ചരിത്രത്തിന് അതിനോളം പഴക്കമുണ്ട് ഈ രൂപാരാധനകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാബേൽ വന്നത് ആരുടെ കൊച്ചുമകൻ്റെ ലീനേജിലാണ്? ഹാമിൻ്റെ ലീനേജിലാണ്. പിന്നെ നമ്മൾ കാണുമ്പോൾ ബാബേൽ സാമ്രാജ്യം ഇസ്രായേലുമായിട്ട് എന്നും എന്തായിരുന്നു? ഫൈറ്റായിരുന്നു. അതിനുശേഷം വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഒരു ആത്മീയമായി വിവേചിക്കേണ്ട ഒരു ബാബേലിനെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. മഹദിയാം മ്ലേച്ഛതകളുടെ മാതാവ്. അപ്പോൾ ഇതെല്ലാം റൂട്ട് പിടിച്ച് കിടക്കുമ്പോൾ ഇതെവിടെ വരുന്നു? നിമ്രോദിൽ വരികയാണ്. നിമ്രോദ് ആരുടെ കൊച്ചുമകനാ? ഹാമിൻ്റെ കൊച്ചുമകനാ. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു ശേമിൻ്റെ വംശപാരമ്പര്യം, 15-ാം അധ്യായം. ആ ശേമിൻ്റെ വംശപാരമ്പര്യത്തിലാണ് ആര് വരുന്നത്? അബ്രഹാം വരുന്നത്. അബ്രഹാമിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ പുതിയ യെരുശലേമിനെ കാണുന്നു, ഇസ്രായേലിനെ കാണുന്നു. അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ആത്മീയ യെരുശലേം കാണുന്നു. ഇനി നമുക്കറിയാം പുത്തനാം യെരുശലേം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു റൂട്ട് ഈ ഒരു ശേമിൽ കാണുന്നുണ്ട്. മറച്ചവൻ്റെ സന്തതി പരമ്പരകളും വെളിവാക്കിയവൻ്റെ സന്തതി പരമ്പരകളും രണ്ട് ലീനേജിലാണ് പോകുക. ഇത് വളരെ ഗൗരവമായി ദൈവസഭ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. തലമുറകൾക്ക് കെട്ടിവെപ്പാണ് ബെല്ലോൻ്റെ വാർത്തകൾ പുറത്ത് പറയുന്നത്. അത് കുഞ്ഞുങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. ഗൗരവമായി മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്ലവരുടെയും കുറ്റം പറയാൻ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു തീരുമാനം അങ്ങ് എടുക്കാമെങ്കിൽ,
നമ്മളോടൊക്കെ വല്ലവരും അങ്ങ് പറയുമ്പോൾ സോറി ബ്രദറെ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വരുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. എന്നോടൊരു കുഞ്ഞൊരിക്കലും, ഞാനോടത്ത് ഇത്രയും ചെറുപ്പക്കാരൊക്കെ അങ്ങനെ ചെയ്യാവോ, അവനോട് പറഞ്ഞ് ആരുടെയെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഐ ക്യാൻ സ്മെല്ലിറ്റ്. ഇവരെന്നെ പട്ടിയാണോ പോലീസ് നായാണോ? സ്മെല്ലിറ്റ്. അതുകൊണ്ട് എന്തോ പറ്റുമെന്നറിയാമോ? അവൻ്റെ ജീവിതം തന്നെ നാറിപ്പൊഴുത്തു. ഇവിടെയാണ് നമ്മൾ അപകടം മനസ്സിലാക്കേണ്ടത്. അവൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ്. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടായ, ഞാൻ അവനോട് പറഞ്ഞു, മോനെ ആവശ്യമില്ലാത്ത എന്തിനാ നീ അറിയുന്നേ, നിനക്ക് എന്തിനാ ഇത്ര എന്തൂസിയാസം, നീ ഒരു പത്രപ്രവർത്തനം, നീ എന്തിനാ ഇത് അറിയാൻ പോകുന്നത്? അതല്ല, ഐ ക്യാൻ സ്മെല്ലിറ്റ്. ഞാൻ അന്നേ അപകടം മണത്തു. പൊന്നു കുഞ്ഞുങ്ങളെ ഓർത്തോണേ, നമ്മളെ ദൈവം വിളിച്ചത് വേറെ. പക്ഷേ എനിക്ക് ഇന്നത്തെ തലമുറയോട് ഒരു സന്തോഷമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ഗുണമുണ്ട്. വീട്ടിലൊക്കെ വല്ലവരുടെ ഇന്ന് കുറ്റം പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് പറയാതെ വേറെ പണി നോക്ക് എന്നാര് പറയും? പിള്ളേർ പറയും. സന്തോഷം മക്കളെ, ആ കാര്യത്തിൽ അവർ നല്ലതാണ്. 2-3 കാര്യങ്ങൾ ഇന്നത്തെ പിള്ളേർ നല്ലതാണ്. ഈ പിള്ളേരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ജാതി പറയാമോ? അവരങ്ങനത്തെ ജാതിയാ, ഇവരിങ്ങനത്തെ ജാതിയാ പറയാമോ? അമ്മ ഒരുമാതിരി ആവശ്യമില്ലാത്ത കാര്യം എന്ത് ചെയ്തേക്കരുത്, പറഞ്ഞേക്കരുത്. ജാതിബോധം കുറവുള്ള തലമുറയാണ്. അപ്രീഷിയേറ്റബിൾ, കൺഗ്രാജുലേഷൻസ്. രണ്ടാമത്തെ ഒരു കാര്യമാണ്, വല്ലവരുടെ കുറ്റം പറയുന്ന ഇവർക്ക് എന്തില്ല, ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? എൻ്റെ വീട്ടിലെ പിള്ളേർ സമ്മതിക്കത്തില്ല. വല്ലവരും പറഞ്ഞ പപ്പയ്ക്ക് വേറെ പണിയുന്നില്ല, ഇതെന്തിനാ വല്ലവൻ്റെ കാര്യം ഇതുണ്ട് പറയും. അവർക്കത് കേൾക്കാൻ താല്പര്യമേ ഇല്ല. ഉണ്ടോ? ഇല്ല. അതുപോലെ ജാതി പറയാമെങ്കിൽ അവർ സമ്മതിക്കുമോ? ഇല്ല. ഞാനതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് ഈ തലമുറയെ കാണുന്ന വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പെൺപിള്ളേരായതുകൊണ്ട് അതുകൊണ്ട് എന്തോ വേണം എന്ന് ചോദിക്കുന്ന, അത് പോസിറ്റീവും നെഗറ്റീവും അതിനകത്തുണ്ട്. അത് ആൺപിള്ളേരും പറയും. പെൺപിള്ളേരായതുകൊണ്ട് അങ്ങനെ അങ്ങ് ആകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന് പറയുന്ന ആൺപിള്ളേരും ഉണ്ട്. അതിനിടയ്ക്ക് ചിലവന്മാർ പറയുന്നുണ്ട്, എനിക്ക് രാവിലെ ബെഡ് കോഫി. ഒരു കൊച്ചിനോട് ഞാൻ കല്യാണം കഴിച്ചപ്പം ചോദിച്ചു, നിനക്ക് എന്തൊക്കെ വേണം, എന്താണ് ക്രൈറ്റീരിയ? രാവിലെ 5 മണിക്ക് ബെഡ് കോഫി, പിന്നെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ദിവസം ഇഡലി. ഇവൻ എന്നോട് പറയുക, ഈ പൊട്ടൻ കുഞ്ഞാളൻ, സോറിയേ അവരനെ നിസാരാന്ന് വിളിക്കരുത്. ഇവരെന്നോട് പറയുകയാണ്, പെണ്ണ് കേട്ട എന്തോ വേണമെന്ന് ചോദിച്ചപ്പോൾ ദോശ സംബന്ധി, ഒരു ദിവസം അപ്പവും കറിയും ആകാം, ഉച്ചയ്ക്ക് ഊണ് അത് ചൂട് വേണം, ഫ്രിഡ്ജിൽ വെച്ചാൽ വേണ്ട, 4 മണിക്ക് കടി, വൈകിട്ട് ചപ്പാത്തി, അത് മാറി മാറി. ഏതായാലും കെട്ടി പെണ്ണ് ഇട്ടേച്ച് പോയി. ഞാൻ പിന്നെ വിളിച്ചുകൊണ്ട് വന്നു. അത് പൊക്കോട്ടെ. എൻ്റെ പൊന്നെ, ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? അതുകൊണ്ട് ഇന്നത്തെ ആമ്പിള്ളേർ ചേഞ്ച് ആയെങ്കിൽ നല്ല കാലം മക്കളെ. ചേഞ്ച് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. കാരണം ഈ പല ആമ്പിള്ളേരെ മര്യാദ പഠിപ്പിക്കുന്ന ആരാ? അതുകൊണ്ട് ഞാൻ പറയും, കുടുംബം വിശുദ്ധീകരണത്തിൻ്റെ വിഷയം അതല്ല, കുടുംബം വിശുദ്ധീകരണത്തിൻ്റെ ഒരു പാത. ചെറുക്കനെ അമ്മയിട്ട് വിറപ്പിക്കുകയായിരുന്നു. അവന് ചൂട് ദോശ വേണം, അവന് വറുത്തത് വേണം, അവന് മെഴുക്കോട്ടി കറുമുറാന്നിരിക്കണം. ഇപ്പോൾ അവൻ നല്ല ഡീസൻ്റായി. പെണ്ണ് വന്നപ്പോൾ അവൻ ഏതാണ്ടെല്ലാം പറഞ്ഞു. അവൾ പറഞ്ഞ് വേണേ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഇപ്പോൾ അവൻ ഒരു മിണ്ടത്തിലില്ല. അവൻ കഴിച്ചിട്ട് കണ്ട് അക്ഷരം മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നില്ലേ? അവൻ വിശുദ്ധീകരിക്കപ്പെട്ടു. ആര് വന്നപ്പോൾ അവൻ അമ്മയോട് എന്തോ ചാട്ടമായിരുന്നു. ഇപ്പം എന്നെ അവൻ ചാടാത്തേ? അവൻ അമ്മയെ അങ്ങ് വിറപ്പിക്കുകയല്ലായിരുന്നു. ഇപ്പം അവനെന്താ അതിന് താളത്തിനൊത്ത് തുള്ളിയ ഒരു അമ്മയും. അതുകൊണ്ട് ഇപ്പം പെണ്ണ് വന്നപ്പം ശരിയായില്ലേ? അതുകൊണ്ട് പെണ്ണ് വരുമ്പോൾ ശരിയായിരിക്കണമെങ്കിൽ നേരത്തെ വല്ലതൊക്കെ അനത്താനും പിടിക്കാനൊക്കെ പഠിച്ചോണം, രക്ഷപ്പെടണമെങ്കിൽ അല്ലേ? അതുപോലെ ചില അമ്മമാരെയും വിശുദ്ധീകരിക്കപ്പെടും. അമ്മച്ചി ആരായിരുന്നറിയാം? മോള്. അമ്മച്ചി ഇങ്ങനെ ആട്ടയ്ക്ക് ഭരിക്കുമല്ലായിരുന്നു. ഭർത്താവിന് പേടി, നാത്തൂന് പേടി, അമ്മച്ചിക്ക് പേടി. എന്തിനേറെ അമ്മച്ചി എന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു. അമ്മച്ചി ഇങ്ങനെ ആട്ടയ്ക്ക് ഭരിച്ച അമ്മച്ചിയായിരുന്നു. ഈ അമ്മച്ചിയല്ല, ആ അമ്മച്ചി. എന്നിട്ട് ഇപ്പോൾ അമ്മച്ചി ഉണ്ടല്ലോ, 21 ഉപവാസ പ്രാർത്ഥന എല്ലാ ദിവസവും നേരത്തെ വരും. അമ്മച്ചി ഡീസൻ്റായി. ഒരു പാട്ട് പാടാമെന്ന് പറയുമ്പോൾ അമ്മച്ചി ഒരൊറ്റ പാട്ടാണ്, വൈബ്രേഷനൊക്കെ ഇട്ട് ഒച്ചത്തിൽ പാടും. എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണില്ലേ. അമ്മച്ചി ഇപ്പോൾ എല്ലാ യോഗത്തിന് പോകും. നിത്യതയെക്കുറിച്ചുള്ള ദർശനമൊക്കെയാണ്. അമ്മച്ചിയെ വിശുദ്ധീകരിച്ചത് ആരാ? ആൻ്റെ മരുമോളാണെന്ന് അമ്മച്ചിയെ വിശുദ്ധീകരിച്ചു. ആര്? മരുമോള്. പേടിക്കണ്ട, അടക്കി ഭരിച്ചോ, വന്ന് കയറിക്കോളൂ. എന്നിട്ട് അന്നേരം പിന്നെ എല്ലാ യോഗത്തിനൊക്കെ വന്ന് പാട്ടൊക്കെ പാടിക്കോളൂ. എൻ്റെ പൊന്നു മക്കളെ, ഏതായാലും ഒരു കാര്യം ഓർത്തോണേ, ഇവിടെ 2 ലീനേജാണ്. നമ്മൾ അപരൻ്റെ കുറ്റം പറയാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ള തീരുമാനമെടുത്താൽ അത് ഭയങ്കര അനുഗ്രഹത്തിന് വഴി തുറക്കും. അതുപോലെ ചിലരുണ്ട്, ഒരു സുവിശേഷകനായതുകൊണ്ട് പറയുക, സുവിശേഷ വേദി ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഒരു വേദിയെ അല്ല. ആണോ? അല്ല. ഒരു പക്ഷേ അത് കേൾക്കാനാണോ ആളുകൾ വന്നിരിക്കുക?
അല്ല. അതുകൊണ്ട് തന്നെ മാബലൻ്റെ കുറ്റങ്ങൾ പറയാതിരിക്കുക. അതൊരു വലിയ വലിയ പാരമ്പര്യമാണ്, വലിയൊരു ക്രിസ്ത്യൻ വെർച്യുവാണ്. ദൈവമേ എന്നെ സഹായിക്കണമേ. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം, ഹൃദയംഗമായി ആഗ്രഹിക്കുന്നവർ ഒന്ന് കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ 100% മോചനം പ്രാപിച്ചു എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമാണത്. ആവശ്യമില്ലാതെ ഒരാളുടെ കാര്യം അറിയണ്ടിലും തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാ ഞാൻ അറിയുന്നേ? അറിയാതിരുന്നാൽ എന്നെ കുഴപ്പം? നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എന്തോ പറ്റും? അറിയേണ്ടതൊക്കെ അറിഞ്ഞാൽ പോരെ? അറിയേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാ അറിയുന്നേ? കർത്താവേ, വേണ്ടാത്തത് അറിയാതിരിക്കാനുള്ള കൃപ കിട്ടട്ടെ. പിന്നെ നമുക്ക് അവരെ കാണുമ്പോൾ ആ മനോഭാവത്തോടെ കാണേണ്ട വരത്തില്ലേ? നോക്കൂ, 11-ാം അധ്യായം. അങ്ങനെ അവിടെ ആ വംശപാരമ്പര്യത്തിൽ ആര് വന്നു? ബാബേൽ വരികയാണ്. അവരൊരു കെട്ടിടം പണിയുന്നത് കാണുന്നു 11-ാം അധ്യായത്തിൽ. 11-ാം അധ്യായത്തിൽ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. അവരെന്ത് പണിതു? ബാബേൽ ഗോപുരം. കിഴക്കോട്ട് യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തി, അവിടെ കുടിയിരുന്നു. അവർ എന്ത് പണിതു? നമുക്ക് ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും എന്നിട്ട് നമുക്ക് എന്തുണ്ടാക്കണം? പേരുണ്ടാക്കണം. നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ടി അവരൊരു വലിയ ഗോപുരം പണിതു. ആ ഗോപുരം എന്തോരം പൊക്കമുണ്ട്? ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിതു. ആകാശം വരെ എത്തുന്ന ഒരു ഗോപുരം പണിതു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഈ ആകാശം വരെ എത്തുന്ന ഗോപുരം കാണാൻ ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. മക്കളെല്ലാം പറഞ്ഞ് ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ദൈവത്തിന് ഇത് മേളിയിരുന്ന് കാണത്തില്ലേ? കാണാം. പക്ഷേ എന്തിനായിരിക്കും ഇറങ്ങി വന്നേ? പണ്ട് 2 പിള്ളേർ പ്ലെയിൻ കാണാൻ പോയി. വലിയ പ്ലെയിനാണ്. ആ വലിയ പ്ലെയിൻ കാണാൻ പോയപ്പോൾ അതിൽ ഒരുത്തിനൊരു സംശയം, ഇത്രയും വലിയ പ്ലെയിന് പെയിൻ്റ് അടിക്കണേ എത്ര ലിറ്റർ പെയിൻറ്റ് വേണം? അപ്പം മറ്റേ കൂട്ടം പറഞ്ഞു, ഇതങ്ങ് പൊങ്ങി ചെല്ലുമ്പം ചെറുതാകും, അപ്പോൾ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്ത് ഒറ്റ അടി അടിച്ചാൽ മതി. അപ്പോൾ ഈ വലിയ പണി മേളിൽ ചെന്നിട്ട് എന്തോ ഇല്ലായിരുന്നോ? വലിയ പണി മേളിൽ ചെന്നപ്പോൾ എന്തോ ഇല്ലായിരുന്നോ? ദൈവത്തിന് കാണാൻ ഇല്ലായിരുന്നു. സ്വതന്ത്രം ചെയ്ത് ദൈവത്തിന് എന്തോ ഇല്ല? ഈ ഭൂമിയിലെ വലിയ പണിയൊന്നും മേളിൽ കാണത്തില്ല. ഈ ഭൂമിയിലെ വലിയ പണിയൊന്നും എവിടെ കാണത്തില്ല? മേലിൽ കാണത്തില്ല. കാണുമോ? ഇല്ല. കാണുമോ? ഇല്ല. എല്ലാ ക്യാമ്പിലും ഞാൻ ഈ പേരൻസ് മീറ്റിംഗ് എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാലും പിള്ളേരോട് ചോദിച്ചാൽ കുറച്ചുകൂടെ ആൻസർ കിട്ടും. മുമ്പേ പെണ്ണാണെന്ന് സംശയം തോന്നിയ കൊച്ച് പോടെ പേരെന്നാ? വെള്ള ചുരിദാർ ഷാളിട്ട് നീ തന്നെ കണ്ണ് പേടിക്കാതെ. മക്കളുടെ പേരെന്നാ? പേരില്ലേ? അല്ല, അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ പേരെന്നാ? ഏതെങ്കിലും ഒരു കൊച്ചൊരു പേര് പറ. മോടെ പേരെന്നാ? പ്രിസില്ല. ഓക്കെ. മോൻ്റെ പേരെന്നാ? ആ കണ്ണാടി മോൻ്റെ പേര് ആരെങ്കിലും ഒരാളൊരു പേര് പറ. അലക്സ്. 2 മക്കളുടെ പേര്. അലക്സ് മോനെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കുക. പപ്പയുടെ പേരറിയാവോ? അറിയാം. പപ്പയുടെ പേരറിയാവോ? പപ്പയുടെ പേരറിയാവോ? അറിയാം. പപ്പയുടെ പേരറിയാവോ? അറിയത്തില്ല. മമ്മിയുടെ പേരറിയാവോ? മമ്മിയുടെ പേരറിയാവോ? മമ്മിയുടെ പേരറിയാവോ? അറിയാം. മമ്മിയുടെ പേരറിയാവോ? അറിയത്തില്ല. അറിയാം. മോക്ക് മമ്മിയുടെ പേരറിയാവോ? മമ്മിയുടെ പേരറിയാവോ? ഇല്ല. പപ്പായുടെ പേരറിയാവോ? പപ്പായുടെ പേരറിയാവോ? പപ്പായുടെ പപ്പ അപ്പച്ചൻ്റെ പേരറിയാവോ? അപ്പച്ചനെ അറിയാം. പപ്പായുടെ പേരറിയാവോ? പപ്പായുടെ പേരറിയാവോ? എന്തോ പേര്? പപ്പയുടെ പേരെന്താ? അല്ല, മോൻ്റെ പപ്പയുടെ പേരെന്താ? എബ്രഹാം ചാക്കോ. പപ്പയുടെ പേരെന്നാ? MC ചാക്കോയുടെ പപ്പയുടെ പേരെന്നാ? MC ചെറിയാൻ്റെ അപ്പൻ്റെ പേരെന്നാ? അറിയത്തില്ല. മമ്മിയുടെ പേരെന്നാ? മമ്മിയുടെ പേരെന്നാ? മമ്മിയുടെ പേരെന്നാ? അറിയത്തില്ല. മോക്കറിയാവോ? പപ്പയുടെ പേര് പറയാമോ? പപ്പയുടെ പേര് പറയാമോ? ഇല്ല. അറിയാവോ? ഇല്ല. മോക്ക് മഞ്ജു വാര്യരെ അറിയാവോ? സത്യം പറ. അറിയാവോ? മോനറിയാവോ? മോഹൻലാലിൻ്റെ മോൻ്റെ അല്ല മമ്മൂട്ടിയുടെ മോൻ്റെ പേരറിയാവോ? അറിയാം. അറിയത്തില്ലേ? അറിയാം. ഇതെല്ലാം അറിയാം. പക്ഷെ നിങ്ങൾ ചിരിക്കണം, നിങ്ങൾക്കറിയാവോ? ഇത്രയും പ്രായമായിട്ട് അറിയാം. മമ്മിയുടെ പേര് പറയാമോ? അറിയത്തില്ല. ഇത്രയും വർഷമായിട്ട് ചരിത്രം എന്ത് പഠിച്ചു? സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയാം, മഹാത്മാഗാന്ധിയെ അറിയാം. മഹാത്മാഗാന്ധിയുടെ മുമ്പിലത്തെ പേരറിയാം. എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയാം. ഭാര്യയുടെ പേര് കസ്തൂർബ എന്നറിയാം. മൂത്ത മോൻ്റെ പേര്
അരുണല്ല, ഹരിലാൽ അറിയാം. പൊക്കോട്ടെ, നമുക്കിതൊക്കെ അറിയാം. പക്ഷേ വല്യപ്പൻ്റെ പേര് പലർക്കും അറിയത്തില്ല. അറിയാവോ? ഇല്ല. നമ്മൾ വെച്ച ഈ വീട് വെച്ചപ്പം വെട്ടിവിറ്റ തേക്കാരി വെച്ചായിരിക്കും. അന്നേരം വന്നവർ പറഞ്ഞു നല്ല പഴക്കമുള്ള തേക്ക്. ആര് വെച്ചാ? ഈ വല്യപ്പൂപ്പം വെച്ച. അയാള് പോകാൻ നേരത്ത് തലേദിവസം കുഴിച്ചു വെച്ച സാധനം അത്. പക്ഷേ ഇത് വെട്ടിയപ്പം പോലും ആരെ ഓർത്തില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ കാര്യമായി ഒന്നും ചെയ്യരുത്. ഒത്തിരി വെച്ചിട്ട് പോകരുത്. വെച്ചിട്ട് പോയാൽ ഈ പിള്ളേർ ഓർക്കത്ത് പോലുമില്ല. അതുകൊണ്ട് മുഴുവൻ തേക്കും വിൽക്കുക, പ്രയർ സെൻ്ററിൽ കൊണ്ട് കൊടുക്കുക. വെല്ലമൊക്കെ അല്ലെ പൗർഷിനെ കൊണ്ടെത്താ, ഞങ്ങൾ വെല്ലമൊക്കെ ചെയ്യാം. ഇത് വലിയ ബുദ്ധിമുട്ടില്ല പോകുന്നത്. അപ്പോൾ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ദൈവത്തിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ വെല്ലമൊക്കെ വേണം. അവരൊരു പുസ്തകം തുറന്നു. എന്തിൻ്റെ പുസ്തകം? ഓർമ്മയുടെ പുസ്തകം. തുറന്നില്ലേ? തുറക്കും. പുസ്തകങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി പേരുണ്ടാക്കാൻ എന്തോ ചെയ്താലും പേര് നിലനിൽക്കത്തില്ല. എന്നാൽ നിത്യതയിൽ പേരുണ്ടെങ്കിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ, മറന്നു കളയാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അനീതിയുള്ള ദൈവമല്ല. ആമേൻ പറയാവുന്നവർ ഉറക്കെ ഒരു ആമേൻ പറഞ്ഞ് ദൈവം ആരല്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓർമ്മയുടെ പുസ്തകത്തിൽ വേണം. ദൈവം ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ദൈവം ഓർക്കണം മക്കളെ, ദൈവം ഓർക്കണം, ദൈവം ഓർക്കണം, ദൈവം ഓർക്കണം. ദൈവം ഓർക്കാൻ ഒറ്റ വഴി. ചിലതൊക്കെ ഇന്നും ഓർക്കുക. ഒരു പാപ സ്ത്രീ, ദരിദ്രയായൊരു വിധവ, അവൾ 2 കാശ് കൊണ്ടിട്ടു. അവക്കുള്ളതൊക്കെ ഇട്ടു. ഒരു നാണയത്തിന് ഈക്വലായിട്ടുള്ള 2 ചെമ്പ് നാണയം. പക്ഷേ അത് ദൈവം കണ്ടു. ഇന്നും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് ഓർക്കപ്പെടുന്നു ദരിദ്രയായി വിധവ. ഒരു സാധാരണയ സ്ത്രീ, അവൾ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ തലയിൽ പൊട്ടിച്ചൊഴിച്ചു, ദേഹത്ത് പൂശി. എന്താണ് ദേഹത്തിൻ്റെ ശരീരം? ക്രിസ്തുവിൻ്റെ ശരീരം അവൻ്റെ സഭയാണെങ്കിൽ ആ ശരീരത്തെ അവൾ തൈലം പൂശി. വചനം പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം കാലം ആ സഹോദരി ഓർമ്മിക്കപ്പെടൂ. എത്രയോ പേർക്ക് അവിടെ വലിയ വീടുകളുണ്ട്. പക്ഷെ വിരിച്ചൊരുക്കിയ ഒരു വലിയ വൻമാളിക, മർക്കോസ് 14 കർത്താവിന് ഒഴിച്ചു കൊടുത്ത ഒരു വലിയ മനുഷ്യന്റെ പേര് ഇന്ന് ഓർമ്മിക്കപ്പെടുകയാണ്. വീടുള്ളവരെല്ലാം ഓർമ്മിക്കപ്പെടത്തില്ല. എന്നാൽ ആ വൻമാളിക വിരിച്ചൊരുക്കി നാഥന് പെസഹ ആചരിക്കാൻ കൊടുത്ത ഒരാൾ ഇന്നും ഓർമ്മിക്കപ്പെടുകയാണ്. അതിലൊക്കെ ഏറെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സംഭവമാണ് കല്ലറ. പ്രത്യേകിച്ച് ഒരു മധ്യ തിരുവിതാംകൂർ കൾച്ചറിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് എന്താ? കല്ലറയ്ക്കാണ്. നമ്മൾ പലർക്കും പള്ളി വിട്ട് വരാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു? വിശ്വാസമല്ല. സ്നാനം സത്യമാണെന്നറിയാം, വേർപാട് സത്യമാണെന്നറിയാം, പരിശുദ്ധാത്മാവ് സത്യമാണെന്നറിയാം. പലരുടെയും പ്രശ്നം, ഒറ്റ പ്രശ്നം എന്താ? കല്ലറയാണ്. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു പക്ഷേ അയാളുടെ അപ്പനെ അടക്കാനോ അല്ലെ അയാളുടെ കുടുംബത്തെ അടക്കാനോ അങ്ങേരെ അടക്കാനോ ഏറ്റവും കരകൗശല വിദ്യയോടെ ഏറ്റവും നല്ലതായി പാറയിൽ വെട്ടിയൊരുക്കിയൊരു കല്ലറ വെച്ചു. പക്ഷേ ആ കല്ലറ അങ്ങ് കൊടുത്തു. ആർക്ക് കൊടുത്തു? തമ്പുരാനെ അടക്കാൻ വേണ്ടി കൊടുത്തു. ഇന്നും സ്നാനപ്പെടുത്തുമ്പോൾ സാധാരണ എല്ലാവരും സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാ? ആദാമി വർഗത്തിൻ്റെ പാപത്തിലൂടെ ആ മനുഷ്യവർഗം പാപികളായി തീർന്നു. പാപികളെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ജഡാവതാരം എടുത്തു. 30 വയസ്സ് വരെ മാതാപിതാക്കൾപ്പെട്ട് ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു. 3.5 വർഷക്കാലം പരിശുശ്രൂഷ ചെയ്തു. 33 തിരുവയസ്സിൽ പിലാത്തോസിൻ്റെ എരമിൽ അടിക്കപ്പെട്ടു. കാൽക്കര കുരിശു എടുത്തുകൊണ്ട് ഗാഗുൽത്തായി നടന്നു. കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. അവസാനത്തുള്ള രക്തം വരെ ഊറ്റി നമുക്ക് വേണ്ടി മരിച്ചു. എന്നിട്ട് അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശേഷം പ്രത്യക്ഷനായി. സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ കർത്താവായ യേശുവിൽ നീ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ലോകത്തിൽ ലക്ഷക്കണക്കിന് സ്നാനം നടക്കുമ്പോൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ഒരു പേര്. അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടി. ആ കല്ലറ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ പ്രയോജനം കിട്ടുമോ? ഇല്ല. എന്ന കർത്താവിന് വേണ്ടി ചെയ്താൽ അത് ഓർമ്മയുടെ പുസ്തകത്തിൽ നിൽക്കും. സ്തുതിച്ചാരാധിച്ച് എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, കർത്താവിന് വേണ്ടി. എൻ്റെ പൊന്നു മക്കളോട് പറയട്ടെ, അവിടെയാണ് ഏറ്റവും വലിയൊരു കാര്യം. കർത്താവിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഇനിയും വരാൻ പോകുന്ന തലമുറയിൽ കർത്താവിന് സുവിശേഷകരെ ആവശ്യമുണ്ട്. ഇന്നലെ ദൈവം കൃപ ചെയ്ത് എളിയവനായ ദാസൻ കട്ടപ്പനയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവിടെ 1000-ഓളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ ഹോശാന ഞായറാഴ്ചയിൽ വചനം പിടിച്ചുകൊണ്ട് അതുവഴി നടന്ന് കർത്താവിനെ സ്തുതിക്കുകയും പാടുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു. അവരെന്ത് നല്ല കൃത്യമായിട്ടാണ് വചനം പറയുന്നത്. അത് ചിലർക്കൊക്കെ മലയാളം അറിയാം. അവർ മലയാളത്തിൽ നിന്ന് വേണേൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിനുള്ള പക്വതയൊക്കെ ആയ സുവിശേഷകർ. എൻ്റെ ഭയമല്ല, ഇനി അങ്ങനെ സംഭവിച്ചാലും പേടിക്കാനില്ല. ഇവിടുത്തെ പല ബൈബിൾ സ്കൂളുകളും മലയാളി പിള്ളേരില്ല. 1-2 പിള്ളേരേ ഉള്ളൂ.
വലിയ പ്രൈവറ്റ് സ്കൂളുകൾ. അവർക്ക് പലരും നോർത്ത് ഈസ്റ്റും ജാർഖണ്ഡും ഒക്കെയാണ്. ഒരിടത്ത് ഞാൻ കണ്ടവർ പലരും ജാർഖണ്ഡും സന്താളികളും ഒക്കെയാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഓർമ്മയുടെ പുസ്തകത്തിൽ നിൽക്കാൻ ഈ ആയുസിൽ കർത്താവിൻ്റെ വേലക്കാരായി മാറിയാൽ, ഈ ആയുസിൽ കർത്താവിൻ്റെ വേലക്കാരായി മാറിയാൽ ഒരു കാര്യം, ലോകം മാഞ്ഞു പോകും, ഭൂമിയും അതിലുള്ളതൊക്കെയും മാഞ്ഞു പോകും. എന്നാൽ മാഞ്ഞു പോകാത്ത ഒന്നുണ്ട്, നീ കർത്താവിന് വേണ്ടി വേല ചെയ്താൽ അത് മറന്നു കളയാൻ എൻ്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം എൻ്റെ ദൈവം കൊടുക്കും, പ്രതിഫലം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വേല ചെയ്യുക. അതിന് കർത്താവിന് ആവശ്യമുണ്ട്. അഭ്യസ്ത വിദ്യരെ ആവശ്യമുണ്ട്, നല്ല സ്മാർട്ടായിട്ടുള്ള മക്കളെ ആവശ്യമുണ്ട്. എല്ലാ കമ്പനികളും റിക്രൂട്ട് ചെയ്യുന്നത്, ഏറ്റവും ക്യാമ്പസ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള മക്കളെയാണ്. ആ കമ്പനികൾക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങളെ വേണമെന്ന് നിർബന്ധം ഉണ്ടാകത്തില്ല. അവരേറ്റവും നല്ല യൂത്തായിട്ടുള്ളവരെ, സ്മാർട്ടായിട്ടുള്ളവരെ കൊണ്ടുപോകും. എന്തിനാണ്? അവിടെ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടാനാണ്. അത് കഴിയുമ്പം, അതിൻ്റെ കാലം കഴിയുമ്പോൾ അവരവിടുന്ന് റിസൈൻ ചെയ്യേണ്ടി വരും, അല്ല ടെർമിനേഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യും ഒരു പ്രായം കഴിഞ്ഞാൽ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്, നരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. അത് കഴിഞ്ഞാൽ തലമുറയായി അത് നീതിയായി കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. അതിന് ആമേൻ പറയാവുന്നവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, അതിന് ആമേൻ പറയാവുന്നവരെല്ലാം തലമുറയായി അത് ദൈവം നീതിയായി കണക്കിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഏറ്റവും വലിയ കാര്യം, കർത്താവിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ ലോകം അതിൻ്റെ മോഹവും നീങ്ങിപ്പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ലോകവും അതിൻ്റെ മോഹവും നീങ്ങിപ്പോകും, ഇല്ലേ? നീങ്ങിപ്പോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും. ഒരു